ഹലോ ഗായ്സ്, അങ്ങനെ നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും വീടെടുക്കുമ്പോൾ തലയാണ് മറക്കുക, പക്ഷേ ഇവർ മുഖം കൂടെ മറച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ വന്നേക്ക് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ അതിനുശേഷം ഞാൻ മെയിലാഞ്ചിട്ടുള്ള ഡിസൈൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ആദ്യം എൻ്റെ വാർഡ്രോബ് നോക്കിയിട്ട് ക്രീമൊക്കെ നോക്കലാണ് പണി. അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കണം നിങ്ങൾക്ക് തോന്നി ഞങ്ങൾ വലിയ എന്തോ കാര്യം സംസാരിക്കുന്നത്, പക്ഷേ അതല്ല ഗൈസ്, ഞങ്ങൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ ഞങ്ങൾ വലിയ എന്തോ കാര്യം സംസാരിക്കണ പോലെ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രേതകഥ പറയുന്നത് അത് ഞങ്ങളുടെ ഒരു ഹോബിയാണ്. കാരണം ഞങ്ങളൊന്ന് കൂടിയ പ്രേതകഥ പറയുന്നത് ഞങ്ങൾക്ക് മസ്റ്റാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാപ്പച്ചി വന്ന് മുട്ടായി കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദിനുമോൾക്ക് വെറൈറ്റി മുട്ടായി കിട്ടേണ്ട പൊലിവാണ് നിങ്ങളെ കാണുന്നത്. ഇനി ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങി. കാരണം ഞങ്ങൾ ഗായികരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇനി നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. മെഹന്തി ഇടൽ. ഇവർ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇതാണ്. കാരണം ഞങ്ങൾ എല്ലാ പെരുന്നാൾക്കും ഇതുപോലെ കൂടുതലുണ്ട്. അങ്ങനെ കുറേ പേർക്ക് മെയിലാഞ്ചി ഇടാനുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ഇട്ടു, രണ്ടാൾക്ക് ഇട്ടു. അങ്ങനെ കുട്ടികളുടെ ഇടലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഗെയിം കളിക്കായിരുന്നു. അങ്ങനെ 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ മെയിലാഞ്ചി ഇടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് ഇടാണ്ടായിരുന്നു, കാരണം അത്രയും ആളുണ്ടായിരുന്നു. കുറേ പേര് പറയുമ്പോൾ ഒരു 5-6 ആൾ, പിന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു 7-6 ആളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിനുമൂലം നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഒരു 3:10 ആയപ്പോഴാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് ഗൈസ്. നട്ടപ്പാതിരേക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കണം. അപ്പോൾ ഓക്കെ.